ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഈ ചടങ്ങിൻ്റെ അഭിവന്ദനായ അധ്യക്ഷൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ കാര്യദർശി മുഹമ്മദ് ഹാജി, വേദിയിലുള്ള ബഹുമാന്യരായിട്ടുള്ള നമ്മുടെയൊക്കെ പണ്ഡിത ശ്രേഷ്ഠനും ജ്യേഷ്ഠ സഹോദര തുല്യനുമായി നമുക്കിടയിലുള്ള ആനമങ്ങാട് മുഹമ്മദ് കുട്ടി വൈസി, ആദരണീയനായ ആമുഖ പ്രഭാഷണം നിർവഹിച്ച ഫവാസ് ഹുദവി പട്ടിക്കാട്, പ്രിയപ്പെട്ട ദുആ നിർവഹിച്ച ഉസ്താദ് ഉസ്മാൻ ദാരിമി, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഷിബിൽ ഹുദവി പെരിന്തൽമണ്ണ, നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള അഷ്റഫ് മൗലവി, ഉസ്താദ് അബ്ബാസ് അൻവരി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CT നൗഷാദ് അലി, ബഹുമാന്യനായ സിദ്ദീഖ് വാഫി, അതുപോലെ വേദിയിലുള്ള ഇവിടെ വിഷയാവതരണം നിർവഹിക്കുന്ന ബഹുമാന്യരെ, സ്നേഹനിധികളായ അബൂബക്കർ ഫൈസി, ഷാഹിദ് CT, ഫാറൂഖ് ഹുദവി അടക്കം നമ്മുടെ കോളേജ് യൂണിയൻ്റെ ഇമാദിൻ്റെ ഭാരവാഹികൾ, എൻ്റെ സ്നേഹനിധികളായ കുട്ടികളെ, വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയത്തെ ആധികാരികമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഈ മനോഹരമായ സംഗമം നടക്കുന്നത്. ഒടമല ഹെറിറ്റേജിയം എന്നാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് പേര് നൽകിയിരിക്കുന്നത്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒടമലയിലെ ഈ മഹത്തായ ഫരീദ് ഔലിയ അവരുടെ മഖാമിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരു പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിൽ ആ പ്രസംഗം എത്തിച്ചേരുകയും എനിക്കൊരുപാട് പേർ അതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു ഈ ഒടമല മഖാമിൻ്റെ പ്രത്യേകതകളെ കുറിച്ച്, ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ സാന്നിധ്യത്തെക്കുറിച്ച്, അദ്ദേഹം ചെലവഴിച്ച ഈ കാലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. തസവുഫിൻ്റെ പണ്ഡിതന്മാർ പലപ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സൂഫികളായി ജീവിച്ച മനുഷ്യരാകട്ടെ അതിലേറെ നമ്മളുടെ കാഴ്ചകൾക്കും അപ്പുറത്തേക്കുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാറുണ്ട്. എന്താണ് സൂഫിസം എന്നുകൂടി ഈ ഒരു ക്യാമ്പയിൻ ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒരു വലിയ കാര്യം കൂടിയാണ് തസവുഫ് എന്ന് പറയുന്നത്. സൂഫിസം അതിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാം വിച്ഛേദിക്കുക എന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ അള്ളാഹുവുമായി നേരിട്ട് ബന്ധമുണ്ടാക്കാൻ കഴിയും വിധം ഭൗതികമായ എല്ലാ സുഖാഡംബരങ്ങളെയും നിഷേധിച്ചുകൊണ്ട് മനസ്സ് ദൈവത്തിലേക്ക് മാത്രം, അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കാൻ കഴിയുന്നവർക്കാണ് ആ പദവി ലഭ്യമാവുക. ഒരുപാട് സൂഫി ചരിത്രത്താൽ സമ്പന്നമായ പാരമ്പര്യം ഇന്ത്യ രാജ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് അജ്മീറിലെ ഷെയ്ഖ് ലോകത്തിൻ്റെ തന്നെ ഷെയ്ഖായി മാറുന്നത്. അതുകൊണ്ടാണ് അജ്മീറിലേക്ക് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെല്ലാം യാത്ര ചെയ്തത്. അവർ ഇന്ത്യയുടെ സുൽത്താൻമാരായിരുന്നു. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ചരിത്രം അങ്ങനെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യവും ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ചരിത്രമാണ്. ഇസ്ലാമികമായ ദഅവത്ത് എന്ന് പറയുന്നത് വാളുകൊണ്ടുണ്ടായതല്ലെന്നും അത് സ്നേഹം കൊണ്ടുണ്ടായതാണെന്നും നമ്മളെ മനസ്സിലാക്കി തരികയാണ് അജ്മീറിലെ ആ ചരിത്ര പുരുഷൻ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് കുട്ടൻ നായരുടെ വീട്ടിൽ പോയത്.
അദ്ദേഹം ആ കഥ എന്നോട് മനോഹരമായി പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ കേട്ടുനിന്നു. ഒരു ജനത എങ്ങനെയാണ് കൈകോർത്ത് പിടിച്ച് സ്നേഹത്തെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ തന്നെ വൈവിധ്യങ്ങളിലും ഊഷ്മളമായി കൊണ്ടുപോയത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. 21 കലാപകാലത്ത് വേട്ടയാടപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് നെഞ്ചു ചേർത്തു നിന്ന ഒരു മഹാപുരുഷന്റെ പിന്തുടർച്ചക്കാരാണ് കുട്ടനായരുടെ കുടുംബം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നാട് കടത്തപ്പെടുമ്പോഴും ഈ നാട്ടിലെ മാപ്പിളമാരെ കുറിച്ച് ഒരിക്കലും അവരുടെ ഒറ്റുകാരാകാൻ മനസ്സില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് കടന്നുപോയ ആ മുൻഗാമികളെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തെവിടെയും എത്തിച്ചേരുമ്പോഴും നമ്മളുടെ ഒരു നാടിൻ്റെ ഹെറിറ്റേജുമായിട്ടാണ് പോകേണ്ടത്. ഹെറിറ്റേജിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. നമ്മളുടെ ഈ ലോകത്ത് നിങ്ങളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ ചരടുകളില്ലാത്ത പട്ടങ്ങളായി മാറാൻ പാടില്ല. നമ്മളുടെ പട്ടത്തിനൊരു ചരട് വേണം. ആ ചരട് നമ്മുടെ പാരമ്പര്യത്തിലേക്ക് കൂട്ടിക്കെട്ടാൻ സാധിക്കണം. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ദഅവത്തിന്റെ ഭാഗമാവുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ദഅവത്തിന്റെ ഭാഗമാകുന്നവർ എല്ലാവരും പള്ളിയിലെ മിമ്പറിൽ മാത്രം നിലകൊള്ളുന്നവർ ആകേണ്ടതില്ല. ജീവിതമാകണം ദഅവത്ത്. ഒരു കുട്ടിയുടെ ജീവിതം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ആരും ജനിക്കുമ്പോൾ ഒരു കുറ്റവാളിയായി ജനിക്കുന്നില്ല, ഒരു പണ്ഡിതനായും ജനിക്കുന്നില്ല, ഒരു ഉന്നതനായും ജനിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ ജന്മം കൊള്ളുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തെ രൂപകൽപ്പന ചെയ്യുന്നത് പരിസരങ്ങളാണ്, സമ്പർക്കങ്ങളാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൻ്റെ ക്രമങ്ങളാണ്. അത് നമ്മളെ ഒരു പക്ഷേ തെറ്റിലേക്ക് കൊണ്ടുപോകാം, നമ്മളെ ഒരു വലിയ കുറ്റവാളികളാക്കാം, നമ്മളെ ഏറ്റവും മോശക്കാരാക്കാം. എന്നാൽ നിങ്ങളുടെ ചുറ്റും പ്രസരിപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇൽമാണ്. അൽ ഇൽമു ഹയാത്തുദ്ദീൻ, ഹയാത്തുൽ ഇസ്ലാം. പറഞ്ഞു ഹയാത്തുൽ ഇസ്ലാം അല്ല, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. നിങ്ങൾ നോക്കൂ, എന്തൊരു മനോഹരമായ പദമാണ്. എന്താണ് ഇസ്ലാമിന്റെ ജീവവായു എന്ന് പറയുന്നത്? എന്താണ് ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ ജൈവികമായ ഘടന എന്ന് പറയുന്നത്? നോളജാണ്, ഇൽമാണ്. ഇൽമിനെയാണ് ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. നമ്മൾ നമ്മളുടെ ഹെറിറ്റേജിലേക്ക് പോകും. എന്താണ് നിങ്ങളുടെയും എൻ്റെയും ഹെറിറ്റേജ്? നിങ്ങളുടെയും എൻ്റെയും ഹെറിറ്റേജ്, പാരമ്പര്യം എന്ന് പറയുന്നത് ഇൽമാണ്, നോളജാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പവിത്രമായിട്ടുള്ള കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ വഹീ സന്ദേശം ഇറങ്ങുന്നത് പോലും നോളജാണ്. ഒരുപക്ഷെ അത്ഭുതമായി തോന്നാം, ഒരുപക്ഷെ വലിയ കൗതുകമായി തോന്നാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി ജിബ്രീൽ മലാഖ സംസാരിക്കുന്നത് ഹിറാ ഗുഹയിലെ ആദ്യത്തെ വഹീ സന്ദേശം അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കണമെന്ന് പോലുമല്ല. ആദ്യത്തെ വഹീ സന്ദേശം നിങ്ങൾ നോക്കൂ, ഒരു ആരാധനയെ കുറിച്ചുമല്ല പറയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്തൊരു സൂക്ഷ്മമായിട്ടുള്ള അവതരണമാണ്. എന്താണ് ഇസ്ലാം എന്നതിന് ഒറ്റ വാക്കിൽ നിങ്ങൾക്കും എനിക്കും ഉത്തരം നൽകാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കൂ, പഠിക്കൂ, നോളജ് നേടൂ. നിങ്ങൾ ഒരു നോളജ് റെവല്യൂഷന്റെ കാലത്താണ് കുട്ടികളെ ജീവിക്കുന്നത്. നമ്മളുടെ ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഫർമേഷൻ ഫ്ലഡഡ് എന്നാണ് ഈ കാലത്തെ പരാമർശിക്കുന്നത്. അത്രയേറെ വിവരങ്ങളുടെ, അനുപമമായ വിവരങ്ങളുടെ, ഇൻഫർമേഷൻസിന്റെ ആധിക്യത്തിലാണ് നാം ജീവിക്കുന്നത്. പഴയകാലത്തെ പോലെ നിങ്ങൾക്ക് എല്ലാ വിവരവും നേടാൻ ഒരു ക്ലാസ് മുറിയിൽ പോലും ഇരിക്കേണ്ടതില്ല. ക്ലാസ് മുറികൾ ഇല്ലാതെയാകുന്ന ലോകമാണ് ഇനി വരാൻ പോകുന്നത്. പകരം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നോളജ് എന്ന് പറയുന്നത്, ഇൽം എന്ന് പറയുന്നത് വെറും ഇൻഫർമേഷൻ അല്ല.
ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായി നോളജിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. എന്താണ് നോളജ്? നിങ്ങൾ ഇൻഫർമേഷനിൽ നിന്ന്, ഡിസ്ഇൻഫർമേഷനിൽ നിന്ന്, മിസ്ഇൻഫർമേഷനിൽ നിന്ന് നിങ്ങൾ ചികഞ്ഞെടുക്കുന്ന ഇൽമിനെയാണ്, അറിവിനെയാണ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ നോളജ് ഇസ് നോട്ട് ഇൻഫർമേഷൻ. ലോകത്ത് നിങ്ങൾക്ക് ചുറ്റും വ്യാപരിച്ചു നിൽക്കുന്ന എല്ലാ വിവരങ്ങളും അറിവല്ല, ജ്ഞാനമാണത്. എന്താണ് ഔലിയാക്കളുടെ പ്രത്യേകത? ഔലിയാക്കൾ ഈ നോളജിനെ ജ്ഞാനത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അറിവിനെ വീണ്ടും വിവേചിച്ചെടുത്ത് ജ്ഞാനത്തിലേക്ക് മാറ്റി. ജ്ഞാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒന്നല്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചേക്കാം, നോളജ് ലഭിച്ചേക്കാം, പക്ഷെ വിസ്ഡം എന്ന് പറയുന്നത് ജ്ഞാനത്തിലൂടെ ലഭ്യമാകേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അറിവെന്ന് പറയുന്നതിൽ നിന്ന് തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ആ അത്ഭുതകരമായ യാത്രയാണ് ഔലിയാക്കളുടെ യാത്ര എന്ന് പറയുന്നത്. അവർ നോളജിൽ നിന്ന്, അറിവിൽ നിന്ന് വിസ്ഡത്തിലേക്ക് യാത്ര ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് നമ്മളുടെ ത്രികാലജ്ഞാനം എന്ന് പറയുന്ന പോലെ നമ്മളുടെ കൺമുമ്പിലുള്ള ജ്ഞാനത്തെക്കാൾ, അറിവിനേക്കാൾ അപ്പുറത്തേക്ക് അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾ ഇന്ന് ടൈം ട്രാവലിനെ കുറിച്ച് അറിയുന്ന തലമുറയാണ്, അല്ലേ? കേട്ടിട്ടില്ലേ? എന്താണ് ടൈം ട്രാവൽ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഏറ്റവും വലിയ ഫിസിക്സിലെ ഒരു കണ്ടെത്തലാണിത്, കാലം എന്ന് പറയുന്നത്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇന്നമാ അനദ്ദബർ, ഞാനാണ് കാലം. എന്താണ് പ്രത്യേകത? കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. കാലത്തിന് നമ്മൾ ഗണിച്ച 3 അവസ്ഥയുണ്ട്. ഒന്ന് പാസ്റ്റ് ടെൻസ് ആണ്, അത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്, അത് നമ്മൾ ജീവിക്കുന്ന ഈ സമയമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം ഇതാ ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു പോയിരിക്കും. മറ്റൊന്ന് ഫ്യൂച്ചർ ടെൻസ് ആണ്, അത് ഭാവിയാണ്. എന്നാൽ ഈ ത്രികാലത്തെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു മഹാശക്തിയാണ് അള്ളാഹു. നമ്മൾ കാലത്തെ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. നാം പിറകോട്ട് നോക്കുന്നു, മുന്നോട്ട് നോക്കുന്നു, ഈ കാലത്ത് ജീവിക്കുന്നു. എന്നാൽ ഈ കാലത്തിന്റെ എല്ലാം മീതെ നിൽക്കുന്ന അള്ളാഹുവിന് കാലമേ ഇല്ല. പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല, പാസ്റ്റ് ഇല്ല. ഇതാണ് ടൈം ട്രാവൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായിട്ടുള്ള ഒരു യാത്ര മിഅ്റാജും ഇസ്രാവും മിഅ്റാജും. ഇസ്രാവും മിഅ്റാജും നടക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഇതേക്കുറിച്ച് പറയുന്നത് ആരോടാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. എല്ലാവർക്കും സംശയമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് പൂർണ്ണമായും ശരിയാണോ? പ്രവാചകന്റെ ശരീരത്തിന് സഞ്ചരിക്കാൻ സാധിക്കുമോ? നിമിഷാർദ്ധ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് നിമിഷാർദ്ധങ്ങൾ കൊണ്ട് 7 ആകാശവും കടന്ന് അള്ളാഹുവിനെ കാണുന്നത് സാധ്യമാകുമോ? സ്വഹാബികൾക്കിടയിൽ പോലും ഇതെങ്ങനെയാ യാത്ര നടന്നു എന്നാലോചിച്ചിരിക്കെ ആദ്യം അത് കേട്ട അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകർ എന്താണോ പറഞ്ഞത് അത് യാതൊരു വ്യത്യാസവുമില്ല. സമയന വതഅന, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എൻ്റെ റസൂൽ എന്താണോ എന്നോട് പറഞ്ഞത് അത് ശരിയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഇന്നത്തെ കാലത്ത് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഫിസിക്സ് വെച്ചിട്ട് പറയുന്നു, പുതിയൊരു യന്ത്രം വരാൻ പോകുന്നു, പുതിയൊരു കാലം വരാൻ പോകുന്നു. ആ കാലത്തിന് മുന്നോട്ടും പിറകോട്ടും സഞ്ചരിക്കാൻ കഴിയും. നിങ്ങൾ ഈ ഇസ്രാവും മിഅ്റാജും മാത്രം നോക്കിയാൽ മതി കുട്ടികളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ടൈം ട്രാവൽ ചെയ്തു. പാസ്റ്റിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. എങ്ങോട്ടോ? പാസ്റ്റ്, ഫ്രം ദ ബിഗിനിങ്. അത് ആദം നബി അലൈഹിസ്സലാമിലേക്ക്, അല്ലേ? പാസ്റ്റിലേക്ക് പ്രവാചകൻ പോയി. അത് കഴിഞ്ഞ് അതിമനോഹരമായി നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട, അള്ളാഹുവിന്റെ ലിഖാ കാണേണ്ട ഏറ്റവും അവസാനത്തെ ഒരു കൂടിക്കാഴ്ചയുടെ നിമിഷം ഫ്യൂച്ചറിലാണ്. അവിടെയാണ് സ്വർഗം കാണേണ്ടത്, അവിടെയാണ് നരകം കാണേണ്ടത്, അവിടെയാണ് അള്ളാഹുവിനെ കാണേണ്ടത്, അല്ലേ? അത് ഫ്യൂച്ചറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാമിനെ ഇസ്രായിലും മിഅ്റാജിലും കാണുന്നു. അത് കഴിഞ്ഞ് ആദം നബി അലൈഹിസ്സലാമിനെ കണ്ട പ്രവാചകൻ എല്ലാ പ്രവാചക പരമ്പരയെയും കണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിനെയും കണ്ട്, പിന്നീട് സ്വർഗവും നരകവും കണ്ട് അള്ളാഹുമായി മുലാഖാത്ത്. ലോകത്തിന്റെ സാങ്കേതിക വിദ്യകൾ വളരുമ്പോൾ
മനുഷ്യൻ ഇതുവരെ ചിന്തിച്ചതിനപ്പുറത്തേക്ക് അത്ഭുതകരമായ ഒരു ലോകമുണ്ടെന്ന കണ്ടെത്തലാണ്. തമോ ഗർത്തങ്ങളിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ്. മനുഷ്യൻ ഇന്ന് സ്വപ്നം കാണുന്നത് നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമി വിട്ട് പോകാൻ ആഗ്രഹിച്ചാലും ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കും, പക്ഷേ ഇല്ലാ ബി സുൽത്താൻ, ഒരജയ്യമായ ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമേ അല്ല. പക്ഷെ ആ അജയ്യമായ ശക്തി നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ യു ക്യാൻ ബ്രേക്ക് ദ വേൾഡ് എന്നാണ് പറയുന്നത്. എല്ലാ ലിമിറ്റും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ചെയ്ത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നോക്കൂ, നിങ്ങളിപ്പോ ലോകത്തെ ഏറ്റവും വലിയ ബില്യണയർ ആയിട്ടുള്ള എലൻ മസ്ക് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഞാൻ ചൊവ്വയിൽ മരിക്കും എന്നാണ്. ഞാൻ ഭൂമിയിൽ മരിക്കൂല, ചൊവ്വയിലാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതം മാറ്റാൻ പോകുന്നത് ചൊവ്വയിലേക്കാണ്. ഒരുപാട് മനുഷ്യരെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഭൂമി പോലെ ഒരു ഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ വാസം മാറാൻ സാധിക്കുമെന്ന് പറയുമ്പോഴും നിങ്ങൾ ഓർക്കണം, അതിനെല്ലാം സാധിക്കുന്ന ഒരു അത്ഭുതങ്ങളുടെ ലോകം ബാക്കിയുണ്ട് നമ്മുടെ മുമ്പിൽ. സാധിക്കാം, മനുഷ്യന് സാധിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, എൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതൻ മനുഷ്യനാണ്. കാരണം മനുഷ്യനാണ് അള്ളാഹു ചിന്താശേഷിയുള്ള ബ്രെയിൻ കൊടുത്തത്. ചിന്തിക്കുക, കൂടുതൽ കൂടുതൽ ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നോളജാണ്, ചിന്തിക്കലാണ്, വായിക്കലാണ്, പഠിക്കലാണ്. മുസ്ലിങ്ങൾ എന്താണ് ലോകത്തിന് സമ്മാനിച്ചത്? മുസ്ലിങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത് ശാസ്ത്രമാണ്. മുസ്ലിങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത് അസ്ട്രോണമിയാണ്, മെഡിക്കൽ സയൻസ് ആണ്, അല്ലേ? കുർദോവയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിയിൽ എഴുതപ്പെട്ട ഏറ്റവും മഹത്തായ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ലാറ്റിൻ ഭാഷയിലേക്ക് മധ്യകാല യൂറോപ്പിലെ ഇരുളടഞ്ഞ കാലത്തിന് ശേഷം യൂറോപ്യന്മാർ തർജ്ജമ ചെയ്ത് വൈദ്യശാസ്ത്രം പഠിച്ചത്. മെഡിക്കൽ സയൻസിന്റെ, അതുപോലെ ഫിലോസഫിയുടെ, അസ്ട്രോണമിയുടെ, മാത്തമെറ്റിക്സിന്റെ എല്ലാം ഉപജ്ഞാതാക്കൾ മുസ്ലിങ്ങളാണ്. നമ്മൾ ആ ഹെറിറ്റേജിലേക്ക് വരണം. ഇവിടെ നിങ്ങൾ ഉടമല ഹെറിറ്റേജിയം ആഘോഷിക്കുമ്പോൾ നമ്മുടെ തനത് എന്താണ്, അസ്ൽ എന്താണ്, നമ്മുടെ ആത്മാവ് എന്താണ്, നമ്മുടെ ഹയാത്ത് എന്താണ്, നമ്മുടെ ജീവിതം എന്താണ്, ജീവിതത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോളജ്. ആ നോളജിന് പിറകെ നിങ്ങൾ സഞ്ചരിക്കണം. നിങ്ങൾ വേട്ടയാടി പിടിക്കേണ്ട നക്ഷത്രങ്ങൾ അറിവിന്റെ മഹാനക്ഷത്രങ്ങളെയാണ്. അറിവിന്റെ മഹാനക്ഷത്രങ്ങൾ. ലോകത്ത് നിങ്ങൾ ഓരോരുത്തരും സിഗ്നേച്ചറുകളാകേണ്ടത് ലോകത്തെ അറിവിന്റെ താക്കോൽ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുമ്പോഴാണ്. വലിയ യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇപ്പൊ ദാറുൽ ഹുദയിലെ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1000 നാവാണ്. അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ഇപ്പൊ എൻ്റെ ഈ ക്രിയാ പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകിയ, ഞങ്ങളുടെ കൂടെ വളരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള കുട്ടികൾ പലരും ഇന്ന് വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയാണ്. ഞാനിപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ അഫ്സൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥി അഫ്സലിനിപ്പോ IIT ഡൽഹിയിൽ ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ ഗവേഷണത്തിന് സ്കോളർഷിപ്പോടുകൂടി പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദാറുൽ ഹുദയുടെ സമ്പത്താണ്. ദാറുൽ ഹുദ എന്ന് പറയുന്നത് ഒരു മഹത്തായ സ്ഥാപനമാണ്. ദീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും റെപ്രസെന്റേഷൻ ഉണ്ടാകേണ്ടത് ഈ നോളജിന്റെ പേരിലാണ്. നാളെ നമ്മുടെ ഉടമലയിൽ പഠിച്ച കുട്ടികൾ എത്തിച്ചേരേണ്ട ദൂരം, വഴി ദൂരം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല. നമുക്ക് നമ്മുടെ ഷാക്കിർ ഉദവി ഇവിടെ പഠിച്ചെന്ന് തോന്നുന്നു, അല്ലേ? ഷാക്കിർ ഉദവല്ലേ പഠിച്ചു? നമുക്ക് അഭിമാനിക്കാം. IAS അക്കാഡമിയിൽ നിന്ന് കോച്ചിങ് എടുത്ത് ഷാക്കിർ ഉദവി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി, പിന്നെ നമ്മുടെ എറണാകുളം ഹൈക്കോടതിയിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് വരികയാണ്. എങ്ങനെ നിങ്ങൾക്കിത് സാധിക്കുന്നു? ദഅവത്ത് എന്ന് പറയുന്നത് ജീവിതമാണ് കുട്ടികളെ. നിങ്ങൾ ഏത് പൊസിഷനിലിരിക്കുമ്പോഴും നീതിമാനാവുക എന്നത് പ്രധാനമാണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് പദവികളിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ മതപ്രബോധനത്തിന് വേണ്ടി 24 മണിക്കൂറും നിങ്ങൾ പ്രഭാഷണം നടത്താൻ പോകേണ്ടതില്ല. അത് മാത്രമല്ല നമ്മളുടെ ഉത്തരവാദിത്തം. പ്രഭാഷണ വേദി മാത്രമല്ല ദഅവത്തിന്റെ വേദി. നിങ്ങൾ ഒരു ഉന്നതമായ പദവിയിൽ ഒരു IAS-കാരനായി നിങ്ങൾ മാറുമ്പോൾ, ഒരു IPS-കാരനായി നിങ്ങൾ മാറുമ്പോൾ, നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂടെ നെഞ്ചു ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളാകുമ്പോഴാണ്
ഒരു യഥാർത്ഥ വിശ്വാസി ജനിക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിനെ ആളുകൾ കാണുന്നത്. ഞാൻ വീണ്ടും ഹെറിറ്റേജിലേക്ക് വരാം. ഈ ഔലിയാക്കളെ മുഴുവനും ലോകം അംഗീകരിച്ച എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന്റെ വിശാലതയായിരുന്നു, അവരുടെ മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന സ്നേഹമായിരുന്നു, ആ സ്നേഹത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള യാത്രയായിരുന്നു. ആ ആകർഷണ വലയത്തിലേക്ക് മനുഷ്യരിങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ മനുഷ്യരെ വലിച്ചടിപ്പിക്കുന്ന മനസ്സുള്ളവരായി തീരണം. ഈ ഫരീദ് ഔലിയയുടെ മുറ്റത്ത് നിന്ന് നിങ്ങൾ ലോകത്തിന്റെ ഏറ്റവും വലിയ താക്കോൽ സ്ഥാനത്തിലേക്ക് ഉയരുമ്പോഴും മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നവരാകണം, അപരന് വേണ്ടി ജീവിക്കുന്നവരാകണം. അങ്ങനെ ആവുന്ന ഒരു കുട്ടികൾക്കാണ് ഇനി ഭാവിയുള്ളത്. അഡാപ്റ്റബിളായി ലോകത്തെ ഏത് സാങ്കേതിക വിദ്യയോടും അഡാപ്റ്റബിളായി, എന്നാൽ നിങ്ങളുടെ സ്വത്വബോധത്തെ, നിങ്ങളുടെ ഐഡന്റിറ്റിയെ അഭിമാന പുരസ്സരം ഉയർത്തിപ്പിടിക്കുന്നവരായി നിങ്ങൾ മുന്നോട്ട് പോവുക. അള്ളാഹു സഹായിക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.